നമസ്കാരം. മാധ്യമജാലകത്തിന്റെ 399 എപ്പിസോഡിലേക്ക് സ്വാഗതം. മണ്ണും മനുഷ്യനും തമ്മിലുള്ള ബന്ധം വെറും ഒരു ഉപജീവനത്തിനപ്പുറം ഒരു സംസ്കാരത്തിന്റെ അടയാളപ്പെടുത്തലാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ചില ജീവിതങ്ങളുണ്ട്. വികസനത്തിന്റെ തിടുക്കങ്ങൾക്കിടയിൽ നമ്മൾ മറന്നുപോകുന്ന ആ പച്ചയായ മനുഷ്യരുടെ കഥകൾ തേടിപ്പിടിച്ച് ക്യാമറയിലാക്കുകയാണ് MK രാംദാസ്. അഭിമുഖത്തിലേക്ക്. മനുഷ്യ ജീവിതങ്ങളുടെ കഥകൾ തേടി മാധ്യമപ്രവർത്തനത്തിലും സാഹിത്യരചനയിലും ഡോക്യുമെന്ററി സംവിധാനത്തിലും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരാളാണ് MK രാംദാസ്. മാധ്യമപ്രവർത്തകനായും ഡോക്യുമെന്ററി സംവിധായകനായും അദ്ദേഹം നടത്തിയ തന്റെ ജീവിതയാത്രകളെക്കുറിച്ചും തന്റെ ഏറ്റവും പുതിയ ഡോക്യുമെന്ററിയായ നെഗേൽ ക്രോണിക്കിൾ ഓഫ് ദ പാഡി മാൻ എന്ന ഡോക്യുമെന്ററിയെ കുറിച്ചും ഇന്ന് നമുക്ക് കൂടുതൽ അറിയാം. സ്വാഗതം സാർ. സാർ, ഈ ഒരു 25 വർഷത്തെ മാധ്യമ പ്രവർത്തന പരിചയമുണ്ട് സാറിന്. അപ്പോൾ ഒരു ഡോക്യുമെന്ററി നിർമ്മാണം എന്ന രീതിയിലേക്ക് വരുമ്പോൾ അതിൽ നിന്നും എന്തൊക്കെ കാര്യങ്ങളാണ് സാറിനെ സഹായിച്ചിട്ടുള്ളത്? നമസ്കാരം. വളരെ സന്തോഷകരമായിട്ടുള്ളൊരു ഒരു സന്ദർഭമാണ് ഇതെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഞാൻ വയനാട് പോലെയുള്ള കേരളത്തിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു പ്രദേശത്തു നിന്ന് വരുന്ന സാമാന്യ വിദ്യാഭ്യാസം മാത്രമുള്ള ഒരു രക്ഷിതാക്കളുടെ മകനായി ജനിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. എൻ്റെ ഒരു പാഷന്റെ ഭാഗമായിട്ടാണ് ഞാൻ യഥാർത്ഥത്തിൽ ജേർണലിസം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്ത് എത്തിപ്പെടുന്നത്. അതും പിന്നീട് ആ കാലത്ത് ഏറ്റവും പുതിയ ഒരു മീഡിയ എന്നുള്ള നിലയിലാണ് ടെലിവിഷനിൽ വരുന്നത്. അപ്പം ഞാൻ ഈ ഒരു ജേർണലിസം പ്രാക്ടീസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് തിരഞ്ഞെടുക്കാനുണ്ടായ കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജേർണലിസം ഒരു സാമൂഹ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി നിന്നു എന്നുള്ള ചില അറിവൊക്കെയാണ്. അത് നമ്മളെ ഈ വായനയിലൂടെയൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ള അറിവിനൊക്കെയാണ് അങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ തന്നെ ഇങ്ങനെ ഈ ഒരു ഷേപ്പിംഗ് നടക്കുന്നത്. അപ്പം നമ്മുടെ നാട്ടിലുണ്ടാകുന്ന അറിവുകൾ ഈ പറയുന്ന ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരാണുള്ളത്, പ്രത്യേകിച്ച് ട്രൈബായിട്ടുള്ള ആളുകൾ. ഞാനൊക്കെ എൻ്റെ അച്ഛനും അമ്മയും മലപ്പുറം ജില്ലയിൽ നിന്ന് കുടിയേറി വയനാട്ടിലേക്ക് എത്തുകയൊക്കെ ചെയ്യുന്ന ഒരാൾ. അപ്പം ആ സമയത്ത് അച്ഛനൊക്കെ പറഞ്ഞ പല കഥകൾ എനിക്കറിയാം. അവിടെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ, ഏറ്റവും സാധാരണക്കാർ, അവിടുത്തെ തദ്ദേശീയരായിട്ടുള്ള മനുഷ്യർ, ആദിവാസികളായിട്ടുള്ള മനുഷ്യർ, കാട്, വന്യജീവികൾ, ഇതൊക്കെ കൂടി കലർന്നിട്ടുള്ള നമ്മളുണ്ടാക്കിയിട്ടുള്ള ചില ബോധമൊക്കെ ഉണ്ട്. എല്ലാവർക്കും ജീവിക്കാനുള്ളതാണ് ഈ ഭൂമി എന്നുള്ളത് ഒരു ബോധം എങ്ങനെയൊക്കെയോ നമ്മളുടെ ഉള്ളിലൊക്കെ വന്നു ചേർന്നതിൻ്റെ ഭാഗമായിട്ടും ഒക്കെയാണ് യഥാർത്ഥത്തിൽ ഈ ജേർണലിസം എന്ന് പറഞ്ഞിട്ടുള്ള മേഖലയിലേക്ക് ഞാൻ വരുന്നത്. അപ്പം എനിക്ക് കഥകൾ കേട്ടുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതായിരുന്നു വലിയൊരു താല്പര്യമുണ്ട്. പ്രത്യേകിച്ച് മനഃപൂർവ്വം ഉണ്ടാകുന്നതൊന്നുമല്ല. മനഃപൂർവ്വം എന്നാൽ പിന്നെ കഥ കേട്ട് കളയാം എന്നുള്ള രീതിയിലൊന്നുമല്ല. മറിച്ച് നമ്മുടെ ഇപ്പം എൻ്റെ അച്ഛനൊക്കെ നല്ല കൃഷിക്കാരനായിരുന്നു. അപ്പം ആ സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാനിപ്പോൾ അതിനെക്കുറിച്ച് കാണുന്നത് ഒരു 4-5 വയസ്സ് മുതൽ തന്നെ നമുക്ക് നടക്കാനൊക്കെ തുടങ്ങുന്ന സമയം മുതൽ തന്നെ നമ്മൾ ഈ അച്ഛൻ്റെ അമ്മേൻ്റെ ഒക്കെ കൂട്ടത്തിൽ നമ്മൾ കൃഷിപ്പണിക്ക് പോകേണ്ടി വരുന്നുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ ഈ പറയുന്ന പണിക്ക് വരുന്ന, ജോലി ചെയ്യാൻ വരുന്ന ആദിവാസികളായിട്ടുള്ള മനുഷ്യരായിട്ട് നമുക്ക് നല്ല സൗഹൃദം ഉണ്ടാകേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ജീവിതം നമുക്കുണ്ട്. അപ്പോൾ ഇപ്പം ഈ കാലമായിട്ട് താരതമ്യപ്പെടുത്തി പറയുകയാണെങ്കിൽ വലിയ ട്രോമയൊന്നും ഇല്ലാത്തൊരു കാലം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഇപ്പോൾ ട്രോമ ഇല്ലേന്ന് ചോദിച്ചാൽ അന്നും അത്തരം ട്രോമയൊക്കെ ഉണ്ടായിരിക്കാം. കാരണം നമ്മളുടെയൊക്കെ ആഗ്രഹങ്ങളും താല്പര്യങ്ങളും ഒക്കെ നിഷേധിക്കപ്പെടുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന ഒരു നെഗറ്റീവ് ചിന്തയൊക്കെയാണല്ലോ അല്ലേ സ്വാഭാവികമായിട്ട്. ട്രോമ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലേ? എനിക്കറിയില്ല പൂർണ്ണമായിട്ട് അത് തന്നെയാണോ ശരിയെന്നുള്ളത് എനിക്കറിയില്ല. അത് എനിക്ക് തോന്നുന്നു ശ്രീലക്ഷ്മി എന്നെ ഒന്നുകൂടി അത് വിശദീകരിക്കുന്നത് നന്നായി. അപ്പം ഞാൻ പറയുന്നത് അങ്ങനെയുള്ള അവസ്ഥയിൽ നിന്ന് നമുക്ക് തോന്നിയിട്ടില്ല. എനിക്ക് തോന്നിയില്ലെന്നില്ല. ഇപ്പം കാപ്പി വറയ്ക്കാൻ പറ്റുന്ന സമയമാകുമ്പോൾ നമുക്ക് കാപ്പി വറയ്ക്കാൻ നമ്മൾ അച്ഛൻ്റെ അമ്മേനൊക്കെ അല്ലെങ്കിൽ പണിക്ക് വരുന്ന ആളുകളുടെ കൂടുതൽ നമ്മൾ നിൽക്കും. പശു വളർത്തുന്നുണ്ട്, അപ്പോൾ പുല്ല് വെട്ടണം, അപ്പോൾ അതിന് നമ്മൾ പോകേണ്ടി വരും. അപ്പം നമുക്ക് ഈ പുള്ളി എൻഗേജ്ഡ് ആണ്. കാരണം അപ്പോൾ ഓരോ ആളും ആ വീട്ടിലെ മുഴുവൻ ആളുകളും ആ ഒരു സിറ്റുവേഷനുമായിട്ട് എൻഗേജ്ഡ് ആയിരുന്നു. അപ്പോൾ പ്രായമുള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന ജോലിയുണ്ട്, കുട്ടികൾക്ക് ചെയ്യാം. അപ്പം എല്ലാവരും ഈ വീടുമായിട്ട് അല്ലെങ്കിൽ ഈ ആ ഒരു കമ്മ്യൂണിറ്റി വേണേൽ നമുക്ക് പറയാം, വീടിനെ കുടുംബം എന്ന് പറയുന്ന ഒരു സാധനം. അപ്പോൾ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്ന ഒരു സാധനം. അപ്പം എല്ലാവരും പങ്കുണ്ട് അതിൽ.
അപ്പൊ അങ്ങനെയൊക്കെയാണ് നമുക്ക് ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം. അത് ഇപ്പോൾ ഞാൻ പറഞ്ഞ ഇപ്പൊ ഈ പറയുന്ന ഈ നഗൽ എന്ന് പറയുന്ന ഈ ഡോക്യുമെന്റ്, നഗൽ ക്രോണിക്കിൾ ഓഫ് ദി പാഡിമൻ എന്നാണ് ആ സിനിമയുടെ പേര്. ആ ഡോക്യുമെന്ററി ഒരു ജൈവ കർഷകനെ കുറിച്ചുള്ളതാണ്, വിത്തുകൾ സംരക്ഷിക്കുന്ന ഒരു കർഷകനെ കുറിച്ചുള്ളതാണ്. അദ്ദേഹത്തിന്റെ അദ്ദേഹം ജീവിത വീക്ഷണത്തെ കുറിച്ചുള്ളതാണ്. വിത്ത് എന്നിങ്ങനെ സംരക്ഷിക്കപ്പെടണം, എന്തുകൊണ്ടാണ് വിത്ത് സംരക്ഷിക്കപ്പെടുന്നത് അതിന് അന്വേഷണമാണ്. അത് ഈ പാരമ്പര്യത്തെ കോർത്തിണക്കുന്ന ഈ അദൃശ്യമായിട്ടുള്ള ഈ ഒരു സാധ്യതയാണ് നെഗൽ എന്ന് പറയുന്നത്. അപ്പൊ അതാണ് ആ പേരിടാൻ പോലും എനിക്ക് കൂടുതൽ ആലോചിക്കേണ്ടി വന്നില്ല എന്നുള്ളതാണ് എനിക്ക് ഇതിൽ പറയാനുള്ളത്. അപ്പം ഈ ജേർണലിസം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഡോക്യുമെന്ററി നിർമ്മാണം തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഡോക്യുമെന്ററി എന്ന് പറഞ്ഞാൽ ഡോക്യുമെന്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കർത്തവ്യം എന്ന് പറയുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട കടമ എന്ന് പറയുന്നതാണ്. സാറ് കഥകളെ കുറിച്ച് പറയണ്ടായി. കഥകളെ കുറിച്ച് പറഞ്ഞു വരുന്നപ്പോ തന്നെ സാറ് ചെറുവയൽ രാമനെ കുറിച്ചും സംസാരിക്കണ്ടായി. എന്റെ അടുത്ത ചോദ്യവും അത് തന്നെയായിരുന്നു. അദ്ദേഹത്തില് സാറ് കണ്ട ഏറ്റവും അസാധാരണമായ ഒരു കാര്യം, അല്ലെങ്കിൽ അദ്ദേഹത്തോടൊപ്പം എനിക്ക് തോന്നുന്നു 5 വർഷത്തോളം സാറ് അതിന്റെ പിന്നില് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പം അതിൽ നിന്ന് കിട്ടിയ അല്ലെങ്കിൽ ആ ഒരു അസാധാരണത്വം, ഈ ഒരു കഥ ചെയ്യണം എന്ന് സാറിന് തോന്നാനിടയായ ഒരു സംഭവം വിവരിക്കാമോ? അല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അത് യഥാർത്ഥത്തിൽ ഈ ഒരു മനുഷ്യൻ വിലപ്പെട്ടതാവുന്നത് എങ്ങനെയാന്നുള്ളൊരു ചോദ്യമുണ്ട്. നമ്മളെല്ലാവരും ഓടുന്ന വഴിയിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരാളുണ്ടാവും. അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ പലപ്പോഴും പിന്നീട് ലോകത്തിന്, പിന്നീട് വരുന്ന തലമുറയ്ക്കൊക്കെ വഴികാട്ടിയായിട്ടുണ്ടാവുക എന്നുള്ള ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇപ്പൊ വിത്തുകള് കാരണം ലാഭകരമായ കൃഷി ലാഭകരമാവണോ എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട് ഒരു ഘട്ടത്തിൽ. അത് കൃഷിയിലേക്ക് ആധുനികവൽക്കരണം വരുന്നു. അപ്പൊ എൻ്റെയൊക്കെ ജീവിതകാലത്തിൽ തന്നെ നമുക്ക് എൻ്റെ കണ്ണിന് മുന്നിലൂടെ ഇല്ലാതായി പോയ നിരവധി വിത്തുകളുണ്ട്. ആ വിത്തുകൾ പോലും ഈ രാമേട്ടൻ എന്ന് പറയുന്ന ഒരാൾ സംരക്ഷിക്കുന്നുണ്ട്. ഇപ്പൊ നമുക്കതൊന്നും തിരിച്ചു പിടിക്കാൻ കഴിയാത്തൊരു അകലത്തിലേക്ക് നഷ്ടപ്പെട്ടു പോയ ഇതിനെയൊക്കെ ഈ വിത്തുകളെ തിരിച്ചു പിടിക്കാനുള്ള ഒരു പ്രകൃതിയുടെ ഒരു ശ്രമമാണ് യഥാർത്ഥത്തിൽ രാമേട്ടൻ എന്ന് പറഞ്ഞ ഒരാളിൽ ഞാൻ കാണുന്നത്. കാരണം യഥാർത്ഥത്തിൽ വലിയ ഗവേഷണശാലകളിൽ അതീവ വൈദഗ്ധ്യത്തോടുകൂടി സൂക്ഷിക്കേണ്ടതാണ് വിത്തുകൾ എന്ന് പറയുന്നത്. കാരണം ഒരു വിത്തിന്റെ ആയുസ് എന്ന് പറയുന്നത്, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു നെല്ലിന്റെ ആയുസ്, ഒരു വിത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള ഊർജ്ജമാണ്, അതിൻ്റെ ഉള്ളിലുള്ള ജീവനാണ്. ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, അദ്ദേഹം രാമേട്ടൻ ഇതിനെ കുറിച്ച് പറയുന്നുണ്ട്. കാരണം ആ ഊർജ്ജം ആണ് നമ്മളിലേക്ക് പ്രവഹിക്കുന്നത്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മളിലേക്ക് എത്തുന്നത് ആ ഊർജ്ജമാണ്, ആ ജീവനാണ് നമ്മളിലേക്ക് ഊർജ്ജമായിട്ട് വരുന്നത്. അപ്പം ഇത് സംരക്ഷിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ വിത്ത് ഇപ്പോൾ 10 മാസം കൊണ്ടാണ് ഒരു വിത്ത് വച്ച് പാകമായി മൂത്ത് വിളഞ്ഞു വരുന്നതെങ്കിൽ അത് കഴിഞ്ഞാൽ ഒരു 10 മാസം കൂടിയാണ് നിലനിൽക്കുക. അങ്ങനെ ഫലത്തിൽ ഒരു 20 മാസമാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഉള്ളിൽ ജീവൻ നിലനിൽക്കുക. ഈ ജീവനുള്ളപ്പോഴേ ഇത് മുളയ്ക്കുള്ളൂ. ഈ ജീവനെ നഷ്ടപ്പെടുത്താതെ നിലനിർത്തിക്കൊണ്ടുപോകുന്ന വലിയ ദൗത്യമുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്ന അരിയൊക്കെ ഉണ്ടല്ലോ, പഞ്ചാബിലെയോ ഹരിയാനയിലെയോ ആന്ധ്രാപ്രദേശിലെയോ ഈ നെൽപ്പാടങ്ങളിൽ നിന്ന് 10 കൊല്ലം മുമ്പെങ്ങാനും ചാക്കിൽ കയറ്റിയിട്ടൊക്കെ ഉള്ള അരിയൊക്കെ ഉണ്ടാവും. 10 കൊല്ലം ഞാൻ ഒരു എക്സാജറേറ്റ് ചെയ്ത് പറഞ്ഞതാണ്, ചിലപ്പോൾ 2, 3, 4 കൊല്ലം മുമ്പൊക്കെ വരാതെ. അപ്പൊ അങ്ങനെ നമുക്ക് പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയൊക്കെ 18 years ഒക്കെ ബാക്കിലുള്ള ബാഗ്സ് ഒക്കെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ വരുന്ന അരിയാണ്, അതിൽ ജീവനുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട് എന്നാണ് രാമേട്ടൻ പറയുന്നത്. അപ്പം ഇത് തന്നെയാണ് ഇതിന്റെ പ്രാധാന്യം. ഇത്രയും ഇത് തിരിച്ചറിഞ്ഞ ഒരു വലിയ എന്താ പറയുക, വലിയ ജ്ഞാനമൊന്നും ഇല്ലാത്ത, ആർജിക്കാത്ത ഒരാൾ, സാധാരണ മനുഷ്യൻ, പ്രകൃതിയിൽ നിന്ന് അദ്ദേഹം കൈവരിച്ച ചില അറിവുകൾ വെച്ചിട്ട് ഈ സാധനത്തെ പ്രയോഗവൽക്കരിക്കുകയാണ്. അതാണ് അതിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞത്. അതൊരു ജേർണലിസ്റ്റിനെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ് ഈ റിയലൈസേഷൻ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോ സാർ പറയണ്ടായി തദ്ദേശ വിത്ത് സംരക്ഷണം. അപ്പൊ ഈ തദ്ദേശ വിത്ത് സംരക്ഷണം എന്ന് പറയുമ്പം അത് വെറും ഒരു കാർഷികമായിട്ട് മാത്രമല്ല, ഒരു പ്രകൃതിയുടെ രാഷ്ട്രീയം കൂടെ അതിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പം ഈ നെഗേൽ എന്ന് പറയുന്ന സാറിന്റെ ഡോക്യുമെന്ററി ഇതിലേതിനോടാണ് കൂടുതൽ ചേർന്ന് നിൽക്കുന്നത്? ആക്ച്വലി കൃഷി എന്ന് പറയുന്നത് തന്നെ ഇപ്പൊ വിത്ത് എന്ന് പറയുന്നത്, കൃഷി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യനൊക്കെ ഇതിലുണ്ടാവും. എല്ലാ ജീവനും ഇതിന്റെ ഒരു തുടർച്ചയാണ് യഥാർത്ഥത്തിൽ വിത്ത് എന്ന് പറയുന്നത്. വിത്ത് അറ്റുപോയാൽ പിന്നെ ആ ഭൂമി നിലനിൽക്കുന്നില്ല. ഒരു വിത്ത് മാത്രമല്ല അറ്റുപോവുക. ഒരു വിത്ത് ഇല്ലാണ്ടാവുക എന്ന് പറഞ്ഞെങ്കിൽ ഒരു ജീവൻ തന്നെ ഇല്ലാതാവുക എന്നുള്ളതാണ്. നമ്മൾ കൃത്രിമമായി സൃഷ്ടിക്കുന്നതിനൊന്നും ഒരു വാല്യൂ അല്ലെങ്കിൽ എന്താണ് അതിന്റെ ഉറപ്പ് എന്നുള്ളത് നമുക്ക് ഇതുവരെ വ്യക്തമായിട്ടില്ല. നമുക്ക് എന്താണ് അതിൽ നിന്ന്, ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്നത്
എന്ന് പോലും നമുക്ക് സംശയിക്കുന്ന ഒരു കാലത്താണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വിത്തുകളുടെ നാശം എന്ന് പറയുന്നത് പ്രകൃതിയുടെ നാശമാണ് ശരിക്കും. ഇപ്പം പിന്നെ നമുക്കറിയാം, ഇപ്പം പഴയതിനെ എന്തുകൊണ്ടാണ് നമുക്ക് കൂടുതൽ കൂടുതൽ ചേർത്ത് പിടിക്കാൻ നമുക്ക് നഷ്ടപ്പെട്ടു പോകുമ്പോൾ ആഗ്രഹിക്കുന്നത് അത് നമ്മളിൽ ഉണ്ടാക്കുന്ന ഈ പറയുന്ന നെഗൽ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് ശരിക്കും. അത് തന്നെയാണ് അതിനൊരു പ്രധാനം എനിക്ക് തോന്നുന്നു. ഞാൻ പറഞ്ഞത് പ്രകൃതിയിൽ നിന്ന് മാറിയുള്ള ജീവിതമല്ല, പ്രകൃതിയോട് ഒത്തുള്ള ജീവിതം തന്നെയാണ് ഈ ലോകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് എനിക്ക്. അപ്പൊ തനതായിട്ടുള്ള വിത്ത് എന്ന് പറഞ്ഞാൽ തനതായ ജീവിതമാണ്, തനതായ ജീവനാണ്. നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ ഈ ജീവന കൗശലമൊക്കെ നിറഞ്ഞു വരുന്നത്, നമുക്ക് പാരമ്പര്യമായി നമുക്ക് കിട്ടുന്നത് തന്നെയാണത്. അതിനെ നമ്മൾ എന്തൊക്കെ ശാസ്ത്രീയത ഉപയോഗിച്ചിട്ട് നമ്മൾ അതിനെ റീപ്ലേസ് ചെയ്യുമ്പോഴും അതിൻ്റെതായിട്ടുള്ള അപകടം നമ്മുടെ മുന്നിൽ ഇഷ്ടം പോലെയുണ്ട്. നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാതായി പോകുന്നുണ്ട്. നമ്മളെ വിത്തുകൾ മുഴുവൻ ഇല്ലാതായി പോയിട്ടുണ്ട്. ഇപ്പം കൃഷി എന്ന് പറയുന്ന സാധനം ലാഭത്തിന്റെ പേരിൽ മാത്രമാക്കിയിട്ട് മാറ്റപ്പെട്ടിട്ടുണ്ട്. അതിൽ നിന്ന് മാറി നിൽക്കുന്ന അയാൾ ഇപ്പോൾ ചെയ്യുന്ന ഈ പറയുന്ന പുതിയൊരു രാഷ്ട്രീയം തന്നെയാണത്. ഒറ്റയാൾ ചെയ്യുന്ന ഒരു രാഷ്ട്രീയം. അതായത് ലോകത്തിൽ ഒരു മൾട്ടിനാഷണൽ കമ്പനിക്കും ഒരു കോർപ്പറേറ്റ് കമ്പനിക്കും അതിനെ തകർക്കാൻ പറ്റില്ല. നിങ്ങളുടെ ഇച്ഛാശക്തിയെ, നിങ്ങൾ വിചാരിക്കുന്ന ഒരു കാര്യത്തെ തകർക്കാൻ പറ്റില്ല. അതാണ് രാമേട്ടൻ കാണിച്ചു തരുന്നത്. വേറെ ഒരുപാട് രാജ്യങ്ങളിലൊക്കെ നമുക്ക് നിയമം ഇപ്പോൾ ഉണ്ടാകുന്നത്. കാരണം വിത്തുകളുടെ ഇപ്പോൾ പുതിയ ബില്ല് ഇപ്പോൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലൊക്കെ വരുന്നുണ്ട്. പുതിയ ബില്ലുണ്ട്, വിത്ത് ബില്ലുണ്ട്. അതിന്റെ മുഴുവൻ നിയന്ത്രണവും കർഷകരിൽ നിന്ന് എടുത്തു മാറ്റുന്ന, അത് ഉണ്ടാക്കുന്ന ആളുകളിൽ നിന്ന് എടുത്തു മാറ്റുന്ന, പ്രകൃതിയിൽ നിന്ന് എടുത്തു മാറ്റുന്ന നിയമമാണ് വരാൻ പോകുന്നത്. അതിനെതിരെയുള്ള ഏറ്റവും ഫലപ്രദമായ ചെറുത്തുനിൽപ്പ് കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന രാമേട്ടൻ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോ ഇന്നത്തെ മാധ്യമങ്ങളെ കുറിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ വളരെ വേഗത്തിലുള്ള വാർത്തകൾ സൃഷ്ടിക്കുക എന്നുള്ളതിനപ്പുറം ഇത്തരം ജീവിതങ്ങളിലേക്കുള്ള എത്തിനോട്ടം വളരെ കുറവാണ്. അപ്പൊ അതിനെക്കുറിച്ച് ഒരു മുൻകാല ജേർണലിസ്റ്റ് എന്ന് വിളിക്കാൻ പറ്റില്ല, സാർ ഇപ്പോഴും ഡോക്യുമെന്ററികളിലൂടെ ജേർണലിസം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു ജേർണലിസ്റ്റ് എന്ന നിലയ്ക്ക് സാറിന് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? ഞാൻ വിചാരിക്കുന്നത് ഒരു മീഡിയക്ക് മാത്രമായിട്ട് മാറി നിൽക്കാവുന്ന ഒരു ഇടം യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിലില്ല. സമൂഹം എന്ന് പറയുന്ന ഒരു ശരീരമാണ്. ഈ ശരീരത്തിൽ കാലിലൊരു ചെറിയ മുള്ളു കുത്തി പഴുപ്പ് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ മുറിച്ചിടുക എന്നല്ലാതെ അത് ഇല്ലാതെ ശരീരത്തെ മുഴുവൻ ബാധിക്കുന്നത്, നമ്മുടെ തലച്ചോറിനൊക്കെ ബാധിക്കും. മീഡിയയും അത് തന്നെയാണ് മീഡിയക്കും സംഭവിച്ചിട്ടുള്ളതെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ചെറുവയൽ രാമന്റെ കഥയിലൂടെ മനുഷ്യനെയും വിത്തിനെയും മണ്ണിനെയും വീണ്ടും ഒന്നിച്ച് വാർത്തെടുക്കുകയാണ് നെഗേൽ. സാറിന്റെ വിലപ്പെട്ട സമയത്തിന് നന്ദി. സാറിന്റെ ഏറ്റവും പുതിയ ഡോക്യുമെന്ററി ആയ നെഗേലിന് എല്ലാവിധ ആശംസകളും. നഗ്നതയെ സമൂഹം ഏതു രീതിയിൽ വ്യാഖ്യാനിക്കുന്നു, മതഗ്രന്ഥങ്ങളിലും സിനിമയിലും അത് എങ്ങനെ പരാമർശിക്കുന്നു, ആവിഷ്കരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് സംസാരിക്കുന്നു ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ. നഗ്നത ലോകാരംഭം മുതലേ ഒരു പ്രശ്നമാണ്, പ്രതിഭാസമാണ്. ബൈബിളിൻ്റെ ആദ്യ അധ്യായത്തിൽ തന്നെ ഉൽപ്പത്തി സ്ത്രീയെയും പുരുഷനെയും കുറിച്ച് പറയുന്നത് അവർ നഗ്നരായിരുന്നു എന്നാണ്. അപ്പോൾ അന്ന് മുതലേ ആ നഗ്നത എന്ന പരാമർശം വായിക്കാൻ കഴിയും. പക്ഷേ ആ കാലത്ത് അവർക്ക് നഗ്നരായിരുന്ന ആ പുരുഷനും സ്ത്രീക്കും ലജ്ജ തോന്നിയിരുന്നില്ല എന്നും ബൈബിൾ പറയുന്നുണ്ട്. വിലക്കപ്പെട്ട കനി ഭക്ഷിച്ച് ദൈവത്തിൻ്റെ നിർദ്ദേശം ലംഘിച്ച് അവർ സാധാരണ മനുഷ്യരായി മാറിയപ്പോഴാണ് തങ്ങൾ നഗ്നരാണെന്ന് അവർ തിരിച്ചറിഞ്ഞത്. ഈ നഗ്നത എല്ലാ കാലത്തും വേദപുസ്തകത്തിൽ മാത്രമല്ല നമ്മുടെ ഇതിഹാസങ്ങളിലും സാഹിത്യത്തിലും എല്ലാം ഒരു വിഷയം തന്നെയാണ്. ദ ബൈബിൾ എന്ന പേരിൽ ജോൺ ഹ്യൂസ്റ്റൺ 1966 സംവിധാനം ചെയ്ത ഒരു പടുകൂറ്റൻ സിനിമയുണ്ട്. ബൈബിളിലെ ആദ്യത്തെ 4 പുസ്തകങ്ങളാണ് അതിലെ ഇതിവൃത്തം. അന്ന് ഞങ്ങളൊക്കെ വളരെ കൗതുകത്തോടെ കാത്തിരുന്നത് എപ്രകാരമായിരിക്കാം ആദത്തെയും ഹവ്വയെയും ജോൺ ഹ്യൂസ്റ്റൺ ആ സിനിമയിൽ അവതരിപ്പിക്കുന്നത് എന്നായിരുന്നു. പക്ഷെ വളരെ കലാപരമായി ഒരു കൃത്രിമത്വം തോന്നാത്ത രീതിയിൽ അരോചകമായി ഒന്നും ഉണ്ടായിരുന്നില്ല. ആ പ്രതിഭാധനനായ സംവിധായകൻ ആ രംഗങ്ങൾ, ആ നഗ്നരംഗങ്ങൾ വളരെ മനോഹരമായി ആ സിനിമയിൽ ചിത്രീകരിച്ചിരുന്നു. ഇപ്പോൾ നഗ്നത നമുക്കൊരു ചിന്താവിഷയമായത് NCERT പാഠപുസ്തകം, 9ാം ക്ലാസ്സിലെ പാഠപുസ്തകം, അതിൽ നൃത്തം ചെയ്യുന്ന ഒരു പെൺകുട്ടി
പെൺകുട്ടി എന്ന് പറഞ്ഞാൽ പോരാ, ഒരു നഗ്നത കാണിച്ചുകൊണ്ട് നൃത്തം ചെയ്യുന്ന ഒരു പെൺകുട്ടി. 4500 വർഷം പഴക്കമുള്ള ഒരു വെങ്കല ശില്പമാണത്. നമ്മുടെ സിന്ധു നദീതട സംസ്കാരം ഒക്കെ നമുക്ക് കേട്ട് പരിചയമുണ്ടല്ലോ. അക്കാലത്ത് നിർമ്മിക്കപ്പെട്ട ഒരു വെങ്കല ശില്പമാണ് ഈ നൃത്തം ചെയ്യുന്ന പെൺകുട്ടി. ഡാൻസിങ് ഗേൾ ഓഫ് മോഹൻജദാരോ എന്നാണ് ആ കുട്ടി അറിയപ്പെടുന്നത്. ആ കുട്ടിയുടെ ചിത്രം NCERT 9ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ ചേർത്തപ്പോൾ അത് വലിയ പ്രശ്നമായി. നഗ്നത പാടില്ല എന്നൊരു നിലപാട്, നല്ലതാണ് നിലപാട്, ആർക്കും ആ നിലപാട് സ്വീകരിക്കാം. പക്ഷെ ഇപ്പോൾ വിവാദം വന്നപ്പോൾ തങ്ങൾ കൃത്രിമമായി ആ ശില്പത്തിന് മേൽ ചാർത്തിയ വസ്ത്രം, വിവസ്ത്രയായ പെൺകുട്ടിക്ക് വസ്ത്രം നൽകിയ സൽപ്രവൃത്തി, അത് NCERTക്ക് പിൻവലിക്കേണ്ടി വന്നു. അതും നല്ല കാര്യം തന്നെയാണ്. നഗ്നത ഇപ്രകാരം ഒരു പ്രശ്നമാകുന്നത് എപ്പോഴാണ്? അപ്പോൾ ഫ്ലോറൻസിൽ, ഇറ്റലിയിലെ ഫ്ലോറൻസിൽ ഞാൻ പോയപ്പോൾ അവിടെ പല കാഴ്ചകളും കാണാനുണ്ട്. അക്കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരു കാഴ്ച, മൈക്കൽ ആഞ്ചലോ കൊത്തിയെടുത്ത വിശ്വവിശ്രുതമായ ആ മാർബിൾ പ്രതിമ, സ്റ്റാച്യു ഓഫ് ഡേവിഡ്, ദാവീദിൻ്റെ പ്രതിമ. അത് 17 അടി ഉയരമുള്ള, കണ്ടാൽ അത് കാണുന്നതിനാണ് ആ കത്തീഡ്രലിൻ്റെ സ്ക്വയറിൽ എന്തൊരു തിക്കും തിരക്കുമായിരുന്നു. നഗ്നത എന്ന് പറഞ്ഞാൽ ഫോട്ടോ എടുത്താൽ പോലും അതിനേക്കാൾ അത്രയും ഡീറ്റെയിൽസ് മൈക്കൽ ആഞ്ചലോ ആ ചിത്രത്തിൽ ആ ദാവീദിനെ നഗ്നനാക്കി. അതൊരു സിറ്റുവേഷനാണ്. ഗോലിയാത്തുമായി ഏറ്റുമുട്ടുന്നതിന് പോകുന്ന സന്ദർഭമാണ് ദാവീദ്. ആ ദാവീദിൻ്റെ കരുത്ത്, ശാരീരികക്ഷമത, അതെല്ലാം പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് അത് പ്രതിഫലിപ്പിക്കുന്ന പ്രതിമയാണ് ലോകപ്രസിദ്ധമായ ഈ സ്റ്റാച്യു ഓഫ് ഡേവിഡ്. ആർക്കും, ലക്ഷക്കണക്കിന് ആളുകൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും അവിടെ ഈ പ്രതിമ കാണുന്നതിന് വേണ്ടി മാത്രമായി വരുന്നു, പോകുന്നു. അവർക്കാർക്കും ദാവീദിനെ നഗ്നത, മൈക്കൽ ആഞ്ചലോ എന്താണ് ഈ ചെയ്തിരിക്കുന്നത് എന്ന ഒരു തോന്നൽ ഒരു നിമിഷം പോലും ഉണ്ടാകുന്നില്ല. അത് മൈക്കൽ ആഞ്ചലോയുടെ ഒരു മാസ്റ്റർ പീസ് കൃതിയായി അത് നിലനിൽക്കുകയാണ്. നമുക്ക് നഗ്നത ഇന്ത്യയിൽ പലപ്പോഴും ഒരു പ്രശ്നമായിട്ട് മാറുന്നു. നമ്മുടെ ക്ഷേത്രങ്ങളിലും ക്ഷേത്ര ചുവരുകളിലുമെല്ലാം നഗ്ന ശില്പങ്ങൾ അതിമനോഹരമായി കൊത്തിവെച്ചിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് ചില സന്ദർഭങ്ങളിൽ നഗ്നത വിഷയമായി മാറും. പണ്ട് എയർ ഇന്ത്യ ഒരു കാലത്ത് നല്ല നിലയിൽ പരസ്യങ്ങൾ ഭാവനാപൂർവ്വം ചെയ്തിരുന്ന ഒരു സ്ഥാപനമായിരുന്നു. എയർ ഇന്ത്യ യൂറോപ്പിലെ ബ്രസൽസിലേക്ക് സർവീസ് ആരംഭിച്ചപ്പോൾ അന്ന് പത്രങ്ങളിൽ നൽകിയ ഒരു ഹാഫ് പേജ് പരസ്യം, അതിൽ ബ്രസൽസിൻ്റെ ആ സിറ്റിക്ക് നടുക്ക്, നഗരത്തിൻ്റെ മധ്യേ ഉള്ള ഒരു പോണ്ട്, ഒരു കുളം, ഫൗണ്ടൻ. ആ ഫൗണ്ടൻ എന്ന് വെച്ചാൽ നഗ്നനായ ഒരു ആൺകുട്ടി, ഒരു ബാലൻ ആ വെള്ളത്തിലേക്ക് നിരന്തരം മൂത്രമൊഴിച്ചു കൊണ്ടിരിക്കുന്ന രീതിയിലാണ് അത് സംവിധാനം ചെയ്തിരിക്കുന്നത്. ആ പടം ആ പരസ്യത്തിൽ വന്നപ്പോൾ ഇന്ത്യയിൽ വലിയ ഒച്ചപ്പാടും ബഹളവുമായിരുന്നു. ഒരു നഗ്ന ബാലന്റെ ചിത്രം എയർ ഇന്ത്യ പരസ്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ആ ബ്രസൽസിലെ ഒരു ആചാരമുണ്ട്. അവിടെ എത്തുന്ന വിശിഷ്ട വ്യക്തികൾ ആ ബാലനെ ഒരു വസ്ത്രം നൽകി പുതപ്പിക്കുന്ന ഒരു ചടങ്ങുണ്ട്. അപ്പോൾ അടുത്ത ആഴ്ച എയർ ഇന്ത്യ പരസ്യം ചെയ്തപ്പോൾ എയർ ഇന്ത്യയുടെ ലോഗോ, ആ മഹാരാജാവ് വളരെ പ്രസിദ്ധനാണല്ലോ, ആ മഹാരാജാവ് ഈ നഗ്ന ബാലന്റെ നഗ്നത മറച്ചുകൊണ്ട് ഒരു വസ്ത്രം നൽകുന്ന രീതിയിലായിരുന്നു പരസ്യം ഡിസൈൻ ചെയ്തത്. അപ്പോൾ അങ്ങനെ എല്ലാ കാലത്തും ഈ നഗ്നത, അശ്ലീലം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വലിയ പ്രശ്നമാണ്. നമുക്ക് ആ പ്രശ്നം എന്ന് പറയുമ്പോൾ നമുക്ക് മാത്രമല്ല, ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും അതുണ്ട്. ഇപ്പോൾ NCERT പുസ്തകത്തിൽ, പാഠപുസ്തകത്തിൽ ഈ നൃത്തം ചെയ്യുന്ന പെൺകുട്ടിക്ക് വസ്ത്രം നൽകുകയും ഇപ്പോൾ വിവാദമായപ്പോൾ ആ വസ്ത്രം മാറ്റുകയും ഒക്കെ ചെയ്തു വന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് നമ്മുടെ സെയ്ഗോൺ ബാലികയുടെ ചിത്രമാണ്. വിയറ്റ്നാം യുദ്ധകാലത്ത് നിക് ഊട്ടിന് എടുക്കാൻ കഴിഞ്ഞ ആ ചിത്രം, തൻ്റെ ക്യാമറയിൽ പകർത്താൻ കഴിഞ്ഞ ആ ചിത്രം.
ആ വിയറ്റ്നാം യുദ്ധത്തിന്റെ ഗതി തന്നെ മാറ്റിയ ചിത്രമായിരുന്നു അത്. ആ ചിത്രത്തെക്കുറിച്ച് ഞാനിപ്പോൾ കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല. പക്ഷെ നിക്കൂട്ട് ആ ചിത്രം എടുത്തതിന് ശേഷം തൻ്റെ ഓഫീസിൽ, AP എന്ന വാർത്താ ഏജൻസിയുടെ ഓഫീസിൽ ആ ചിത്രം കൊടുത്തപ്പോൾ അവരത് സ്വീകരിക്കാൻ തയ്യാറായില്ല. കാരണം അവരുടെ രീതി അനുസരിച്ച്, മാർഗനിർദ്ദേശം അനുസരിച്ച് നഗ്നത, പ്രത്യേകിച്ച് മുൻഭാഗത്തെ നഗ്നത, അത് പ്രസിദ്ധപ്പെടുത്താൻ പാടില്ല എന്നാണ്. ഇവിടെ 9 വയസ്സുള്ള ഒരു കുട്ടി, അതാണ് ആ സൈഗോൺ ബാലിക, ബോംബിങ്ങിൽ, നാപ്പാം ബോംബിങ്ങിൽ വസ്ത്രം എല്ലാം കത്തി നശിച്ച് വിവസ്ത്രയായി വിഹുലയായി ഓടി വരുന്ന ആണ് നിക്കൂട്ടിന്റെ ചിത്രം. ഒടുവിൽ അന്ന് അവിടെ ഇരുന്ന ബ്യൂറോ ചീഫ് അദ്ദേഹത്തിന്റെ ഷിഫ്റ്റ് കഴിഞ്ഞ് പോയി, നമുക്കെല്ലാം പരിചയമുള്ള പീറ്റർ ആർനെറ്റ് എന്ന പ്രസിദ്ധനായ റിപ്പോർട്ടർ ഡ്യൂട്ടി വന്നപ്പോഴാണ് ചവറ്റുകുട്ടിയിൽ കിടക്കുന്ന ഈ ചിത്രം കണ്ട് അതിൻ്റെ മൂല്യം തിരിച്ചറിഞ്ഞ് അത് പ്രസിദ്ധീകരണത്തിന് വേണ്ടി അയക്കുന്നത്. ഈ ന്യൂഡിറ്റി എന്നത് ഒരു വിഷയമാണ്. എന്താണ് ന്യൂഡിറ്റി, എന്താണ് ഒബ്സീനിറ്റി എന്നീ കാര്യങ്ങളിലൊക്കെ നമുക്കൊരു വ്യക്തത, കൃത്യമായ ചില ധാരണകൾ നമുക്കുണ്ടാവണം. അതില്ലാതെ വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള തർക്കങ്ങൾ ഉണ്ടാകുന്നത്. പാഠപുസ്തകത്തിലെ ഒരു ചിത്രം കണ്ടാൽ തീർച്ചയായും ശരിയാണ്, കുട്ടികളെ കറപ്റ്റ് ചെയ്യുന്ന, കുട്ടികളെ മോശമായി ഒരു സ്വാധീനം ചെലുത്തുന്ന ചിത്രങ്ങളും ഒന്നും പാടില്ല എന്ന് ശരിയാണ്. കാരണം പാഠപുസ്തകത്തിൻ്റെതായ മാനദണ്ഡമുണ്ട്. പക്ഷേ അവിടെയും നമുക്ക് ഈ രീതിയിൽ ചില വിവേചന ബുദ്ധി, മനുഷ്യന് അതും ആവശ്യം. നഗ്നത ആകെ പ്രശ്നമായിരിക്കുന്നത് മനുഷ്യന് മാത്രമാണ്. വിവേചന ബുദ്ധി നൽകപ്പെട്ടിരിക്കുന്നത് മനുഷ്യന് മാത്രമാണ്. അതുകൊണ്ട് അത് ഉചിതമായി പ്രയോഗിക്കുന്നതിനുള്ള അവസരം ഉണ്ടാകണം. ഇൻസ്പയർഡ് ബൈ നേച്ചർ ഫോർ ക്ലൈമറ്റ് ഫോർ അവർ ഫ്യൂച്ചർ എന്ന മുദ്രാവാക്യമുയർത്തി ഇത്തവണത്തെ ലോക പരിസ്ഥിതി ദിനം കടന്നുപോകുന്ന പശ്ചാത്തലത്തിൽ വന്യജീവി സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് കേരള മീഡിയ അക്കാദമിയിൽ പ്രത്യേക ബോധവത്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. കാലാവസ്ഥാ വ്യതിയാനം വലിയ ചർച്ചയാകുന്ന ഈ സാഹചര്യത്തിൽ കേരള വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ നടന്ന പരിപാടി അക്കാദമി ക്യാമ്പസിൽ തൈ നട്ടുകൊണ്ട് അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് മനു സത്യൻ ഉദ്ഘാടനം നിർവഹിച്ചു. വനങ്ങൾ മനുഷ്യരാൽ ചുറ്റപ്പെട്ട തുരുത്താണെന്നും അവയെ സംരക്ഷിക്കേണ്ട ചുമതല ഇന്ത്യയിലെ ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇതെല്ലാം തുരുത്തുകളാണ്, ജലത്താൽ ചുറ്റപ്പെട്ട തുരുത്തല്ല, പകരം മനുഷ്യരാൽ ചുറ്റപ്പെട്ട തുരുത്തുകളാണ്. ഈ തുരുത്ത് വളരെ വലുതാണെങ്കിൽ എന്ത് സംഭവിക്കില്ല? അതിനകത്തുള്ള ജീവികൾക്ക് വംശനാശം സംഭവിക്കില്ല. ഈ ലക്കം മാധ്യമജാലകം ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.